ഹലോ, വെൽക്കം ടു ന്യൂവാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ നല്ലൊരു പുതിയ രീതിയിലുള്ള ഒരു വടയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് ഈവനിങ് സ്നാക്സിനായിട്ട് അത് കഴിക്കാം. ഓക്കെ, അപ്പൊ അത് എന്തെന്ന് വെച്ചാല് ഇരുപരിപ്പ് വടയാണ്. അതായത് 2 ടൈപ്പിലുള്ള പരിപ്പ് ചേർത്തിട്ട് പിന്നെ മല്ലിയിലയൊക്കെ ചേർത്തിട്ട് ഒരു വ്യത്യാസമായ രീതിയിലുള്ള വടയാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതായത് പയറുപരിപ്പ്, പിന്നെ വടപ്പരിപ്പില്ലാന്നുണ്ടെങ്കിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ കടലപ്പരിപ്പ് യൂസ് ചെയ്യാം. വടപ്പരിപ്പ് എന്ന് പറയുമ്പോൾ പീസ് പരിപ്പാണ് കേട്ടോ. അപ്പൊ അത് യൂസ് ചെയ്യാം. മല്ലിയിലയൊക്കെ ചേർത്തിട്ട് ഒരു വ്യത്യാസമായ രീതിയിലാണ് ഈ സ്നാക്സ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വൈകുന്നേരത്തെ ചായ കടിക്ക് വളരെ നല്ലതാണ്. നല്ലൊരു കോമ്പിനേഷനാണ് ചായയുടെ കൂടെ. ഓക്കെ, അപ്പൊ അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് കിച്ചണിൽ. അപ്പൊ നമ്മുടെ ഇരുപരിപ്പ് വട ഉണ്ടാക്കാനായിട്ട്, അതായത് കൊത്തപ്പല്ലി വട ഉണ്ടാക്കാനായിട്ട് 2 ടൈപ്പിലുള്ള പരിപ്പാണ് കുതിർക്കാനിട്ടിരിക്കുന്നത്. ഇത് വന്നിട്ട് വടപ്പരിപ്പ്, അതായത് പീസ് പരിപ്പ്. ഇതില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കടലപ്പരിപ്പ് കൊണ്ടും ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ 1 ഗ്ലാസ് ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട്. ഇത് വന്നിട്ട് പയറുപരിപ്പ്, ചെറുപയർ പരിപ്പുണ്ടല്ലോ, അത് 1/2 ഗ്ലാസ്. അതായത് ഇത് 1 കപ്പ്, ഇത് 1/2 കപ്പ്. അങ്ങനത്തെ മെഷർമെൻറ്റിന് എടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ നല്ല കഴുകിയിട്ടാണ് കുതിരാനായിട്ട് ഇട്ടത്. ഇനിയിപ്പോൾ ഈ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു 5 പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം, എന്നാലും ഒരു 5 എണ്ണം വേണം. ഓക്കെ, ഞാനിത് പൊടിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ 2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. 2 ടീസ്പൂൺ കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇതിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഒരു 10 ഇല മതി കേട്ടോ, കൂടുതലൊന്നും വേണ്ട. ഞാനിതിട്ട് കൊടുക്കുന്നേ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പം ഞാനിതായത് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ആദ്യം ഈ വടപ്പരിപ്പുണ്ടല്ലോ, അതായത് പീസ് പരിപ്പ്, വെള്ളം ഇല്ലാതെ ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് വേണം പൊടിക്കാൻ. വെള്ളം പാടില്ല കേട്ടോ. ഇങ്ങനെ വെള്ളം ചെടിക്ക് ഊറ്റിയിട്ട് വേണം ഇടാനായിട്ട്. ഇതും അതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കരുത് കേട്ടോ. അത് നമുക്ക് ഒരു പാത്രത്തിലിട്ട് കൊടുക്കാം. ഇങ്ങനെ കുറച്ചായിട്ട് പൊടിച്ച് എടുക്കാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ വെള്ളമില്ലാതെ ഞാൻ പൊടിച്ചെടുക്കാം. ഇത് 2 പ്രാവശ്യം ഇടാൻ കാണും ഈ ജാറിൽ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പയർ പരിപ്പുണ്ടല്ലോ, അത് പൊടിച്ചെടുക്കാം. ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഒരു പരിപ്പ് വടയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. അതുപോലെ തന്നെ ഇതിന് വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ മല്ലിയിലേക്ക് ഒന്ന് അരച്ച് എടുക്കും, പിന്നെ 2 ടൈപ്പിലുള്ള പരിപ്പ് ചേർക്കും. അങ്ങനെയാണ്, അതാണ് ഇതിനുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോൾ ഇതും കൂടെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ ആ ബാക്കി വടപ്പരിപ്പും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലൂടെ ഇട്ട് കൊടുക്കാം. ഇതിനിടയ്ക്ക് പരിപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി പരിപ്പ് മാറ്റി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിത് പൊടിക്കുമ്പോൾ ഇതിനിടയ്ക്ക് കുറച്ച് മുഴുവനായിട്ടുള്ള പരിപ്പ് കാണും. അത് അതിൽ കിടന്നോട്ടെ. അതൊരു ടേസ്റ്റാണ്, നമുക്ക് കടിക്കാൻ കിട്ടുമ്പോഴേ അതൊരു ടേസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ സാധാരണ പരിപ്പ് ഉടക്കി നമ്മൾ കുറച്ച് പരിപ്പ് മാറ്റി വെച്ചല്ലേ ചേർക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് പയറുപരിപ്പ് പൊടിച്ചെടുക്കാം. അടുത്തത് ഈ പയറുപരിപ്പ് ഇട്ട് പൊടിച്ചെടുക്കാം. ഇത് 1/2 കപ്പേ ഉള്ളൂ, അത് കാരണം 1 പ്രാവശ്യം ഇടാനേ ഉള്ളൂ. വെള്ളം പാടില്ല കേട്ടോ. വെള്ളം നല്ല രീതിയിൽ എടുത്ത് കളഞ്ഞതിന് ശേഷമേ പരിപ്പിടാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വട ശരിയാവില്ല. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ട്രെയിൻ ചെയ്തത് ഒരു അരിപ്പയിൽ ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെ എടുത്തിടാം. നമ്മൾ സാധാരണ അങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ എന്ത് വെച്ചാൽ കുറച്ച് മല്ലിയില, ഒരു കയ്യിൽ ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന മല്ലിയില ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും. ഇതൊന്നും കൂടുതൽ അരയ്ക്കേണ്ട ആവശ്യമില്ല. ശരി, ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം ഞാൻ മല്ലിയിലയും അതും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മല്ലിയിലയും ഇതും കൂടെ ആ പരിപ്പും കൂടെ പൊടിച്ചതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഉപ്പ് ചേർക്കണം. ഉപ്പ് നമ്മളിതുവരെ ചേർത്തില്ലല്ലോ. ശരി, ഇനി അടുത്ത ഉപ്പ് ചേർക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ ഉപ്പ് എല്ലാ ഭാഗത്തും പുരളണം. അങ്ങനത്തെ രീതിയിൽ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ രണ്ടാമത് അരച്ചതും ആദ്യം അരച്ചതും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കണം. ഇതിൽ നമുക്കിനി ഒരു കാര്യം പ്രധാനമായിട്ട് ചേർക്കാനുണ്ട്. എന്ന് വെച്ചാൽ ഒരു സവാള കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്തതാണ്, അതും കൂടെ മിക്സ് ചെയ്യണം. അത് ഞാൻ എടുത്തു വച്ചിരിക്കുകയാണ് അടുത്ത്, പക്ഷെ അത് വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ഇതും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാം റെഡിയായി. നമുക്ക് പൊരിച്ചെടുക്കേണ്ട തന്നെ. ഏത് പലഹാരം ഉണ്ടാക്കുമ്പോഴും നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കൈ കഴുകിയിട്ട് ഒന്ന് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉരുട്ടി വെച്ചിട്ട് എണ്ണയിലിടുമ്പോൾ തട്ടി അങ്ങോട്ട് പരത്തിയിട്ട് കൊടുക്കാം. ഓക്കെ, അതാണ് എളുപ്പം. ഞാനങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം ഞാനെല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടി വയ്ക്കാം. ഞാൻ ഇത്രയും ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്രയും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നുള്ളൂ. പിന്നെ വൈകിട്ട് ചായക്ക് ആ സമയത്ത് ചെയ്തോളാം. ഓക്കെ, ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ടോ നോക്കിയതാണ്, അത് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ കയ്യിലെടുത്തിട്ട് നേരത്തെ നമ്മൾ സാധാരണ വട ഇങ്ങനെ പരത്തുമല്ലോ, അതുപോലെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ വട ഇടുമ്പോൾ ബബിൾസ് ആയിട്ട് വരണം, അത്രയ്ക്ക് എണ്ണ ചൂടാവണം. കണ്ടോ, ഇതുപോലെ ഇട്ട ഉടനെ തന്നെ മറിച്ചിടരുതേ. ഞാൻ 4 എണ്ണ ഇടുന്നുള്ളൂ. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. വെച്ചാൽ നമ്മൾ വീണ്ടും ഈ എണ്ണ യൂസ് ചെയ്യില്ലല്ലോ. അത് കാരണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഒരു സൈഡ് ചുവന്ന ഉടനെ നമുക്ക് മറച്ചിട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ബബിൾസ് ഏകദേശം അടങ്ങിയ ശേഷം മറിച്ചിടാം. നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. 1-2 പ്രാവശ്യം കൂടെ ഒന്ന് മറിച്ച് തിരിച്ചുവിട്ട് പൊരിച്ചെടുക്കണം കേട്ടോ. നമ്മളിത് മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല, പച്ചമുളകാണ് ചേർത്തത്. അത് കാരണം ഭയങ്കര റെഡ് കളറൊന്നും വരത്തില്ല. 3 പ്രാവശ്യം നമുക്ക് മറിച്ച് തിരിച്ചിട്ട് കൊടുക്കും, പൊരിച്ചെടുക്കണം. ബബിൾസ് ഏകദേശം അടങ്ങുമ്പോൾ സാധനം നമ്മൾ പരിപ്പൂടെ ഉണ്ടാക്കുമല്ലോ, അതുപോലെ തന്നെ ബബിൾസൊക്കെ ഏകദേശം അടങ്ങുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ വടയുടെ 2 സൈഡും 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ട് കൊടുക്കും കേട്ടോ. 2 സൈഡും ചുമന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അടുത്ത ബാച്ചും കൂടെ ഇട്ട് കൊടുക്കാം. എണ്ണയൊന്നും അധികം ഇത് പിടിക്കത്തേ ഇല്ല കേട്ടോ. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണം. വെച്ചാൽ പയർ പരിപ്പൊക്കെ ചേർന്നിട്ടുണ്ട്, പീസ് പരിപ്പ് എല്ലാം നല്ലതാണ്. കുട്ടികളായാലും ആരായാലും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും കൂടെ ഇതിലിട്ട് കൊടുക്കാം. ഓക്കെ, ഇതും കൂടെ ഞാൻ അതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ കണ്ടോ, നമ്മൾ ഉണ്ടാക്കിയ ഇരുപരിപ്പും കൊത്തമല്ലി വട സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റ് തന്നെ വ്യത്യാസമാണ്, നല്ല രീതിയിൽ കിട്ടി. ഞാനിപ്പോൾ ഇത് പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, അകത്തൊക്കെ നല്ല വെന്തിട്ടുണ്ട്, മുകളിൽ ക്രിസ്പി ആയിട്ടും ഉണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. താങ്ക് യു.